ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂ ഫതാവയിൽ പറയുന്നു, വലം യകുന ലാ ഹദീസ് സ്വഹാബത്തി വത്താബിഈന വതാബിഈഹിം, സ്വഹാബത്തിന്റെ കാലത്തോ താബിഈകളുടെ കാലത്തോ താബിഈകളുടെ കാലത്തോ ഉണ്ടായിരുന്നില്ല മിൻ ദാലിക ശൈഉൻ ഫീ ബിലാദിൽ ഇസ്ലാം, ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയും ഇത്തരം സംസ്കാരമേ ഉണ്ടായിരുന്നില്ല. ലാ ഫിൽ ഹിജാസി വലൽ യമൻ, ഹിജാസിലില്ല, യമനിലില്ല, വലൽ ശാമി വലൽ ഇറാഖ് വലാ മിസ്ര, ഷാമിൽ സിറിയയിലോ ഇറാഖിലോ ഈജിപ്തിലോ ഉണ്ടായിരുന്നില്ല. വലാ ഖുറാസാൻ വലൽ മഗ്രിബി, ഖുറാസാനിലില്ല, മഗ്രിബിലില്ല, മൊറോക്കോയിലില്ല. വലം യകുൻ ഖദ് ഉഹ്ദിസ മശ്ഹദുൻ ലാ അലാ ഖബ്രി നബിയ്യിൻ വലാ സാഹിബിൻ വലാ അഹദിൻ മിൻ അഹ്ലിൽ ബൈത്തി വലാ സാലിഹിൻ അസ്ലാ, നബിയുടെ ഖബറിന് മീതെയുമില്ല, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളുടെ ഖബറിന് മീതെയുമില്ല, സ്വഹാബത്തിന്റെ ഖബറിന് മീതെയുമില്ല, ഒരു സ്വാലിഹിന്റെ ഖബറിന് മീതെയുമില്ല. ഈ പറയപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയും അത് ഉണ്ടായിട്ടില്ല. ബൽ ആമത്തു ഹാദിഹിൽ മശാഹിദി മുഹ്ദസത്തുൻ ബഅദ ദാലിക, ഇതെല്ലാം ഉണ്ടായത് അതിനു ശേഷമാണ്. ഇന്ന് കാണുന്ന ദർഗകളെല്ലാം ഉണ്ടായത് അതിനു ശേഷമാണ്. സഹാബിയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ട് എന്ന് പറയും, മഹാന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ട് എന്ന് പറയും. വഹാബികളെല്ലാം അടിച്ചു പൊളിച്ച് ഒഴിവാക്കി എന്ന് ചില ആളുകൾ വൈകാരികമായി പറയും. പക്ഷെ ആദ്യകാലത്ത് സ്വഹാബത്തിന്റെ കാലത്ത് താബിഈങ്ങളുടെ കാലത്ത് തബഉ താബിഈങ്ങളുടെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം പിന്നെ ഉണ്ടായതാണ്. വകാന ളുഹൂറുഹാ വൻതിശാറുഹാ ഹിന ദഅഫത്ത് ഖിലാഫത്ത് ബനിൽ അബ്ബാസ്, ബനിൽ അബ്ബാസിന്റെ ഖിലാഫത്ത് ദുർബലമായി മാറിയപ്പോൾ, ഭരണം ദുർബലമായി മാറിയപ്പോഴാണ് ഇതെല്ലാം കയറി വന്നത്. വകാന ളുഹൂറുഹാ വൻതിശാറുഹാ ഹിന ദഅഫത്ത് ഖിലാഫത്ത് ബനിൽ അബ്ബാസ് വതഫറഖത്തിൽ ഉമ്മത്തു വകസറ ഫീഹിമുസ് സനാദിഖത്തുൽ മുലബ്ബിസുന അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്ന നിരീശ്വരവാദികൾ പോലും അന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ കടന്നുകൂടി. അവരുടെ എണ്ണം വർദ്ധിച്ചു. വഫശത് ഫീഹിം കലിമത്തു അഹ്ലിൽ ബിദ്അഇ, അവിടെ ബിദ്അഇ കക്ഷികളുടെ അവരുടെ വാക്കുകൾക്ക് അവിടെ പ്രാധാന്യമുണ്ടായി, പ്രചാരമുണ്ടായി. വദാലിക മിൻ ദൗലത്തിൽ മുഖ്തദിരി ഫി അവാഖിൽ മിഅത്തി സാലിസ, മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അൽ മുഖ്തദിറു ബില്ലാഹി എന്ന സ്ഥാനപ്പേര് വിളിച്ച ഭരണാധികാരി അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ രീതിക്ക് അവിടെ ചെറിയൊരു സാധ്യത വന്നു കിട്ടിയത്. ഫൈനഹു ഇദാക ദഹറത്തുൽ ഖറാബത്തുൽ അബീദിയ്യ അൽ ഖദ്ദാഹിയ്യ ഫി അർദിൽ മഗ്രിബി, മൊറോക്കയിൽ ഷിയാക്കളെ ഏറ്റവും വലിയ ഉഗ്രവാദികളായ അബീദികൾ, ഖദ്ദാഹികളായ ആളുകൾ, കർമ്മത്തികളായ ആളുകൾ, അവരാണ് ഇത് കൊണ്ടുവന്നത്. പിന്നീട് അവരിൽ നിന്ന് പിന്നീട് മിസ്രിലേക്ക് എത്തി, ഈജിപ്തിലേക്ക് എത്തി. അങ്ങനെയാണ് പിന്നീട് അത് ലോകത്തേക്ക് വ്യാപകമായി വന്നത്. അല്ലാതെ സ്വഹാബികളുടെ കാലത്തോ താബികളുടെ കാലത്തോ തബഉ താബികളുടെ കാലത്തോ ഒരു നബിയുടെ ഖബറിന് മീതെയും ഒരു സ്വഹാബിയുടെ ഖബറിന് മീതെയും അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളുടെയും ഖബറിന് മീതെയും ഒരു സ്വാലിഹിന്റെ ഖബറിന് മീതെയും ഒരു ദർഗയും ഒരു ഖബറും ഒരു കുബ്ബയും ഒന്നും ഉണ്ടാക്കപ്പെട്ടിരുന്നില്ല. അതെല്ലാം പിൽക്കാലത്ത് വ്യാജമായി പിന്നീട് സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങാം, പ്രവാചക വചനങ്ങളിലേക്ക് മടങ്ങാം, മുൻഗാമികളായ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളുടെ അധ്യാപനങ്ങളിലേക്ക് മടങ്ങാം. പിൽക്കാലക്കാരായ വല്ല അശ്അരി പക്ഷപാതിത്വമുള്ള ആളുകൾ, സൂഫി ചിന്താഗതി സ്വീകരിച്ച ആളുകൾ, മദ്ഹബി പക്ഷപാതിത്വം സ്വീകരിച്ച ആളുകളൊക്കെ പിൽക്കാലക്കാർ വല്ല ഫത്വയും കൊടുത്ത് ന്യായീകരിച്ചുവെങ്കിൽ അത് അവരും പഠിച്ചവനുമാകട്ടെ എന്നല്ലാതെ ആദ്യകാല അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ ആരും തന്നെ ഇതിന് ഒരു വഴിയും ഉണ്ടാക്കിയിട്ടില്ല. കണിശമായി പറഞ്ഞു, പാടില്ല, ഹറാമാണ്, പൊളിച്ചു മാറ്റപ്പെടണമെന്ന് വരെ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം തെറ്റായ സംസ്കാരം ഷിയ സംസ്കാരമല്ല നമുക്ക് വേണ്ടത്. അത് പ്രമാണങ്ങളെ പിൻബലമുള്ളതല്ല. പ്രമാണങ്ങളെ പിൻബലം തിരിച്ചുള്ള ഇത്തരം ദർഗ സംസ്കാരങ്ങൾ പാടില്ല എന്ന് പറയുന്ന ആശയത്തിലാണ് എന്നത് നാം തിരിച്ചറിയുക.